വിജയത്തിന് പിന്നാലെ ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിന്റെ തിരക്കിട്ട ചർച്ചകളിലാണ് ബി.ജെ.പി. നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. ഡൽഹിയിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാനത്ത് എം.എൽ.എമാരുടെ യോഗം പൂർത്തിയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഒരു പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ടോ? അരഡസനോളം പേരുകൾ നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതിൽ ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെയാണ് വന്നത്? മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തെളിയുന്നുണ്ടോ ബൽറാം? റിജിത്ത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഒപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട യോഗങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് നടന്നത്. രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലേക്ക് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ എത്തി ചർച്ചകൾ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. തുടർന്നാണ് ഇപ്പോൾ അതിന്റെ ഒരു രണ്ടാം ഘട്ട ചർച്ച. നിയുക്ത എം.എൽ.എമാരുടെ 48 എം.എൽ.എമാരുടെ യോഗം സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ നിയുക്ത എം.എൽ.എമാർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ യോഗത്തിനായി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള എം.പി. ബാൻസുരി സ്വരാജും എത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റ് എം.പിമാർ ആരും തന്നെ ഈ യോഗത്തിന് എത്തിയിരുന്നില്ല. എന്നാൽ ബാൻസുരി സ്വരാജ് ഈ യോഗത്തിനായി എത്തിയിട്ടുണ്ട്. പർവേഷ് വർമ്മ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു അവരുടെ പട്ടികയിലുള്ള മറ്റ് ആളുകൾ മുഴുവനായി, നേതാക്കൾ മുഴുവനായും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ യോഗം പൂർത്തിയായ നേതാക്കൾ ഓരോരുത്തരായി മടങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് നിരവധി മുതിർന്ന നേതാക്കളുടെ പേരുകൾ തന്നെ പരിഗണനയിലുണ്ട് എന്നുള്ളതും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഡൽഹി സംസ്ഥാന അധ്യക്ഷന്റെ പേര് അടക്കമുള്ളവ ഈ മുഖ്യമന്ത്രി പദത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് പർവേഷ് വർമ്മയുടെ പേര് തന്നെയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേര്, ഒപ്പം തന്നെ വിജേന്ദർ ഗുപ്ത നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ പേര്, വീരേന്ദ്ര സച്ദേവ നിലവിലെ സംസ്ഥാന അധ്യക്ഷന്റെ പേര്, മറ്റ് വനിതാ മുഖങ്ങൾ അടക്കമുള്ളവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്നുള്ളത് ഇന്ന് രാത്രി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും നടത്തുന്ന ചർച്ചകളിലായിരിക്കും അന്തിമ പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷമായിരിക്കും വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് അടക്കമുള്ളവ പരിഗണിച്ചായിരിക്കും ഈ പേരിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഡൽഹിയിൽ ഒരു കൃത്യമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു പേരിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടെ തന്നെയായിരിക്കും. അതിന് എന്തെല്ലാം ഘടകങ്ങൾ അദ്ദേഹം പരിശോധിക്കും, പരിഗണിക്കും എന്നുള്ളത്. ശരി, കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്ത, വനിതാ നേതാവാണെങ്കിൽ ശിഖാ റായി എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ ബി.ജെ.പിയുടെ പരിഗണനയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ 13-ന് ശേഷമായിരിക്കും എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും വളരെ തിരക്കിട്ട ചർച്ചകൾ ബി.ജെ.പിയിൽ ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച്.